വെൽക്കം ബാക്ക് ടു ഹോം മെയ്ഡ് ഹാപ്പിനെസ് ബൈ വാ. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലൈം പൗഡറാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം 1/2 കിലോ ലെമൺ എടുക്കണം. എന്നിട്ട് അതിലത്തെ ജ്യൂസ് ഫുള്ള് സ്ക്വീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ ലെമൺ ഫുള്ള് സ്ക്വീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് ലെമണൊക്കെ നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രം റിമൈനിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആ പ്ലേറ്റിൽ ഫ്ലാറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. ഒക്കെ കൂടി ഒപ്പം ഒഴിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഡ്രൈ ചെയ്യാൻ നല്ല പണിയാവും. ഇനി അതിലേക്ക് നമ്മൾ ഈ ലൈമിനെക്കാട്ടും ഡബിളായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ലിക്വിഡ് ഗ്രെയിനി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ സൺലൈറ്റിലും വെക്കാം, ഫാനിലും വെക്കാം. ഫാനിലാണെങ്കിൽ ടൈം എടുക്കും, സൺലൈറ്റിലാണെങ്കിൽ കുറച്ചും കൂടി ടൈം കുറയും. എന്ന് വെച്ചാൽ സൺലൈറ്റിൽ ടൈം എടുക്കില്ല എന്നല്ല, സൺലൈറ്റിലും ടൈം എടുക്കും. പക്ഷേ കൂടുതൽ എഫക്റ്റീവ് സൺലൈറ്റാണ് ഫാനിനെക്കാട്ടിയും. ഈ ഷുഗർ ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇഞ്ചി കഷ്ണം മുറിച്ചിട്ട് ഡ്രൈ ചെയ്യാൻ വെക്കണം കേട്ടോ. അതൊരു ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ കൂടി സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൈൻഡിങ് പാർട്ടിലേക്കാണ് പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ഈ ഷുഗറും ഈ ഇഞ്ചിയും കൂടി നമ്മൾ ഗ്രൈൻഡറിൽ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഫൈൻ പൗഡർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു കണ്ടെയ്നർക്ക് മാറ്റുകയാണ്. ഇനി നമ്മളിത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഈ പൗഡർ ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.